മഹാരാഷ്ട്രയിലെ കാവൽ സർക്കാരിന്റെ കാലാവധി അവസാനിക്കാൻ 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ പുതിയ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് വ്യക്തമായ ഒരു തീരുമാനത്തിലെത്താൻ ഇതുവരെയും ആർക്കും സാധിച്ചിട്ടില്ല. ബിജെപിയെ മാറ്റി നിർത്തി എൻസിപി ശിവസേന സഖ്യം കോൺഗ്രസിന്റെ പുറത്തുനിന്നുള്ള പിന്തുണയോടെ സർക്കാർ രൂപീകരിക്കുമെന്ന വാർത്തകൾ പുറത്തുവന്നതോടെ ഈ വിഷയത്തിൽ കൃത്യമായ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് എൻസിപി അധ്യക്ഷൻ ശരത് പവാർ. കോൺഗ്രസ് എൻസിപി സഖ്യം മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരിക്കില്ല എന്നാണ് ശരത് പവാർ മാധ്യമങ്ങളോട് പറഞ്ഞത്. എൻസിപി കോൺഗ്രസ് സഖ്യം മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കും. ജനങ്ങളെ മാനിച്ച് ശിവസേന ബിജെപി സഖ്യം സർക്കാർ രൂപീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സോണിയാഗാന്ധിയുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് എൻസിപി അധ്യക്ഷൻ ഇത്തരത്തിലൊരു തീരുമാനത്തിലെത്താൻ സാധിച്ചത് എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് എൻസിപി സഖ്യം ശിവസേനയെ പോലെയുള്ള തീവ്ര മതവികാരം പറഞ്ഞുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നവരുമായി സഖ്യത്തിലേർപ്പെട്ടാൽ അത് വരും കാലങ്ങളിൽ മതേതരത്വ വോട്ടുകളിൽ വിള്ളലുകൾ വീഴ്ത്തും എന്നതുകൊണ്ടാണ് കോൺഗ്രസ് ഇത്തരത്തിലൊരു തീരുമാനത്തിലെത്താൻ കാരണം. മഹാരാഷ്ട്രയിലെ ഭരണത്തിൽ നിന്ന് ബിജെപിയെ തുടച്ചുമാറ്റാൻ ഈ സഖ്യത്തിന് സാധിക്കുമെങ്കിലും കോൺഗ്രസ് എൻസിപി സഖ്യത്തിന്റെ ആശയങ്ങളോട് യോജിച്ചു പോകാത്തവരുമായുള്ള സഖ്യം വലിയ തിരിച്ചടിയായിരിക്കും സമ്മാനിക്കുക എന്നതാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട്. ഇത് തന്നെയാണ് ശരത് പവാറിന്റെ തീരുമാനത്തിൽ പ്രതിഫലിച്ചതും. കോൺഗ്രസ് എൻസിപി സഖ്യം പ്രതിപക്ഷത്തു തന്നെ ഇരിക്കുമെന്ന് ശരത് പവാർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ശിവസേനയും ബിജെപിയും ജനങ്ങളെ മാനിച്ച് സർക്കാർ ഉണ്ടാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതല്ലാതെ എനിക്കൊന്നും പറയാനില്ല. ബിജെപിയും ശിവസേനയും ജനങ്ങളുടെ ആവശ്യം മാനിച്ച് എത്രയും പെട്ടെന്ന് തന്നെ സർക്കാർ ഉണ്ടാക്കണം. ഞങ്ങളുടെ ആവശ്യം പ്രതിപക്ഷത്തിരിക്കുക എന്നതാണ് എന്നും ശരത് പവാർ പറഞ്ഞു. പ്രതിപക്ഷത്തിരിക്കാനുള്ള ജനവിധിയാണ് കോൺഗ്രസിനും എൻസിപിക്കും ലഭിച്ചിട്ടുള്ളത് എന്നും പവാർ വ്യക്തമാക്കി. സർക്കാർ ഉണ്ടാക്കാനായി ശിവസേനയും എൻസിപിയും കോൺഗ്രസും തമ്മിൽ നീക്കം നടക്കുന്നുവെന്ന സൂചനകളെയും ശരത് പവാർ തള്ളിക്കളഞ്ഞു. സഞ്ജയ് റാവത്ത് തന്നെ കാണാൻ വന്നത് സൗഹൃദ സംഭാഷണത്തിനായിരുന്നുവെന്നും ശരത് പവാർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.